പ്രിയമുള്ള പ്രേക്ഷകരെ, ഒരിക്കൽ കൂടി നിങ്ങൾക്ക് പ്രതികരണ വേദിയിലേക്ക് ആത്മാമായ സ്വാഗതം. ഞാനിത് പറയുമ്പോൾ ആദ്യം തന്നെ ഞാനൊരു പേരെടുക്കാൻ വേണ്ടി, ആളാകാൻ വേണ്ടി പറയുകയാണ് എന്നൊരിക്കലും വിചാരിക്കരുത്. എൻ്റെ മനസ്സിൽ പ്രതികരിക്കാനുള്ള ഒരു സന്നദ്ധത ഇപ്പോഴത്തെ പണ്ഡിതന്മാരുടെ ഇടയിൽ വളർന്നു വരുന്ന, എനിക്കൊരിക്കലും ഓർക്കാൻ പോലും കഴിയാത്ത ചില കാര്യങ്ങളെ വിമർശിച്ചുകൊണ്ട് പറയേണ്ടി വന്നതിൽ വാസ്തവത്തിൽ വളരെ ഖേദവും ഉണ്ട്. ഞാൻ തുടങ്ങുന്നത് ഇങ്ങനെയാണ്: പണ്ഡിത ശിരോമണികളെ ഒരു നിമിഷം ഒരു വട്ടമേശ സമ്മേളനം വിളിച്ചു ചേർക്കുക, അതിലെല്ലാ പണ്ഡിതരെയും അണിനിരത്തുക, 10 മിനിറ്റ് വീതം അവരവരുടെ വാദമുഖങ്ങൾ തെളിവ് സഹിതം ഗ്രന്ഥങ്ങൾ നിരത്തി അവതരിപ്പിക്കുക. യോഗം നിയന്ത്രിക്കാൻ ഇതര മതത്തിൽപ്പെട്ട ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ ചുമതലപ്പെടുത്തുക. ശിരോമണികളെ, നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. ഇപ്പോൾ കാലങ്ങളെപ്പോലെയാണോ? സാറ്റലൈറ്റ് യുഗമല്ലേ? പരസ്പരം തെറിയ അഭിഷേകം എവിടെയെല്ലാം എത്തും. ഇതര മതത്തിൽപ്പെട്ട അമുസ്ലിം സഹോദരങ്ങളും യുക്തിവാദികളും മതമില്ലാത്തവരുമായി എത്ര ആളുകളാണ് മുസ്ലിങ്ങളുടെ കാര്യത്തിൽ ഇടപെടുന്നത്. നമ്മുടെ കാര്യങ്ങളിൽ ഇടപെടാൻ അവർ വെമ്പൽ കൊള്ളുകയാണ്. ഒരിക്കലും അവർ മുസ്ലിം ആവുകയില്ല. ശിരോമണികളെ, നിങ്ങൾ പറയും പണ്ഡിതന്മാരുടെ കടമ നിർവഹിക്കേണ്ടേ എന്ന്. വേണ്ട, നിങ്ങൾ ഒരു കടമയും നിർവഹിക്കേണ്ടതില്ല. ഒരു നിമിഷം ചിന്തിച്ചു നോക്കൂ. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആണെന്ന് അറിയാത്തത് ആർക്കാണ് അറിയാത്തത്? നാളെ മഹ്ശറയിൽ എന്തുകൊണ്ടാണ് ശഫാഅത്തിനുള്ള അധികാരം മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അള്ളാഹു കൊടുത്തിരിക്കെ എല്ലാവരും ബാപ്പയായിട്ടുള്ള ആദം നബി അലൈഹി ഇസ്ലാമിൻ്റെ അടുത്തേക്ക് ഓടിച്ചെല്ലുന്നത്? പിന്നെ അവിടെ നിന്നും യൂസുഫ് നബിയും ഇബ്രാഹിം നബിയുടെയും യൂനുസ് നബിയുടെയും അങ്ങനെ പല നബിമാരുടെയും അടുത്തേക്ക് പോകുന്നത് എന്തുകൊണ്ടാണ്? നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? അറിവ് പോരാ, തിരിച്ചറിവ് വേണം. അള്ളാഹുവിൻ്റെ പരമാധികാരത്തിൻ്റെ ഒരു ചോദ്യമുണ്ട്. ജിന്നിൻ്റെയും മനുഷ്യരുടെയും കൂട്ടമേ, നിങ്ങൾ രക്ഷപ്പെടാൻ കഴിയുമെങ്കിൽ നിങ്ങളൊന്ന് പോകൂ, ഞാനൊന്ന് കാണട്ടെ. നാം ഇത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ പണ്ഡിതന്മാരോടാണ് ഞാൻ പറയുന്നത്. അതുകൊണ്ട് കൂടുതൽ വിശദീകരിക്കേണ്ട ആവശ്യമുണ്ടോ എന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരു ഹിൻഡ് മാത്രമാണ് ഞാൻ തരാൻ ഉദ്ദേശിക്കുന്നത്. യാ മഅ്ശറൽ ജിന്നി വൽ ഇൻസി ഇൻ ഇസ്തതഅ്തും അൻ തൻഫുദൂ മിൻ അഖ്താരി സമാവാതി വൽ അർളി ഫൻഫുദൂ ലാ തൻഫുദൂന ഇല്ലാ ബിസുൽത്താൻ. പരമാധികാരമായ അള്ളാഹുവിൻ്റെ പ്രൗഢയോട് കൂടി ചോദിക്കുന്നൊരു ചോദ്യമാണത്. നാം അത് കണ്ടു നോക്കുക. നാം കണ്ടുകൊണ്ടിരിക്കുന്ന ഈ സൂര്യനേക്കാൾ 10 മടങ്ങ് വലിപ്പമുള്ള സൂര്യന്മാരെയും ബുധൻ, ശുക്രൻ, ചന്ദ്രൻ, യുറാനസ്, നെപ്റ്റ്യൂൺ, പ്ലൂട്ടോ എന്നീ സൗരയൂഥത്തിലെ ഗ്രഹങ്ങളെയും ചുറ്റാൻ എത്ര കാലങ്ങളെടുക്കും എന്നോർത്ത് നോക്കൂ. ഫി യൗമിൻ മിഖ്ദാറുഹു 50,000 സന. വലിയ ഗ്രഹങ്ങൾ, സൂര്യനേക്കാൾ എത്രയോ ഇരട്ടി വലിപ്പമുള്ള സൂര്യന്മാരെ ചുറ്റണമെങ്കിൽ നമുക്കത് ഊഹിച്ചാൽ അറിയാവുന്നതേ ഉള്ളൂ. ഒരു ദിവസം 50,000 വർഷമെടുക്കുമെന്ന് പറഞ്ഞാൽ ഒരു അത്ഭുതമായി തോന്നേണ്ടതില്ല. കാരണം യുറാനസും നെപ്റ്റ്യൂണെ, ഈ ചെറിയ ഭൂമിയെ ചുറ്റാൻ 24 മണിക്കൂർ മതിയെങ്കിൽ നെപ്റ്റ്യൂണിനെ, പ്ലൂട്ടോയെ പോലുള്ള വലിയ ഗ്രഹങ്ങളെ ചുറ്റാൻ ഒരുപാട് സമയമെടുക്കും. സംശയമൊന്നും വേണ്ട. പിന്നെ അള്ളാഹുവിൻ്റെ അടിയാറുകളെ എല്ലാ നബിമാരുടെ അടുത്തേക്ക് പറഞ്ഞു വിടുന്നതിൻ്റെ തന്ത്രം എന്താണ് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? അഷ്റഫുൽ ഖൽഖിനാണ് പരമാധികാരം, ശഫാഅത്തിൻ്റെ പൂർണ്ണാധികാരം, വലിയ ശഫാഅത്തുൽ കുബറ അധികാരം അള്ളാഹുവിൻ്റെ റസൂലിനാണ് ഉള്ളത് എന്നിരിക്കെ എല്ലാവരും കൂടി അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ അടുത്തേക്കല്ലേ പോകേണ്ടിയിരുന്നത്? എന്തുകൊണ്ടാണ് എല്ലാ നബിമാരുടെ അടുത്തേക്കും പോകുന്നത്? ആദം നബിയുടെ അടുത്തേക്ക് ആദ്യം പോകുന്നതാണ്. മഹ്ശറയിൽ വന്നുരുകുന്ന ചെമ്പ് തറക്ക് മുകളിൽ ആർത്തിരമ്പുന്ന നരകത്തെയും അട്ടാസിക്കുന്ന മലക്കുകളെയും എല്ലാം അണിനിരത്തിയ അള്ളാഹുവിൻ്റെ പ്രൗഢഗംഭീരമായ മറ്റൊരു ചോദ്യമുണ്ട്: ലിമനിൽ മുൽക്കുൽ യൗം. ഇന്നത്തെ രാജാധികാരം ആർക്കാണ്? അള്ളാഹുവിനെ പറയുന്നു ലില്ലാഹിൽ വാഹിദിൽ ഖഹാർ. പരമാധികാരം അള്ളാഹുവിന് തന്നെയാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഇതാണ് മഹ്ശറയിലെ ശിക്ഷകൾ ആരംഭിക്കുന്ന നിര്യാണി മുതൽ കഴുത്ത് വരെ വിയർപ്പിൽ കുളിച്ചിരിക്കും. യതീം മക്കളെ സ്വത്ത് നിന്നവർ താങ്ങാനാവാതെ ആറുമായി കിടക്കും. വ്യഭിചരിച്ചവൻ്റെ അടുത്തുള്ളവർക്ക് പോലും നാറ്റം സഹിക്കുകയില്ല. എണ്ണി പറയേണ്ട ആവശ്യമില്ലല്ലോ, സാധ്യവുമല്ല. പ്രത്യേകിച്ച് ഞാൻ പണ്ഡിതന്മാരോടാണ് സംസാരിക്കുന്നതിനുള്ള ഉത്തമ ബോധ്യം എനിക്കുണ്ട്. നമ്മൾ ചിന്തിക്കാത്തത് കൊണ്ട് മാത്രമാണ്. എല്ലാ ശിക്ഷയും കഴിഞ്ഞതിൻ്റെ ശേഷമായിരിക്കും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് ജനം എത്തിപ്പെടുക.
അപ്പോൾ മഹ്ശറിൻ്റെ താഴ്ഭാഗത്ത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ആദം നബിൻ്റെ അടുത്ത് ചെന്നിട്ട് പറയും, എല്ലാ ജനങ്ങളും ചെന്ന് പറയും, ഞങ്ങളുടെ ബാപ്പയായിട്ടുള്ളവരെ, നിങ്ങൾ ഞങ്ങളുടെ ബാപ്പയായിട്ടുള്ളവരല്ലേ, ഞങ്ങൾക്ക് വേണ്ടി ഒന്ന് അള്ളാഹുവിനോട് ശുഫാഅത്ത് ചെയ്യുമെന്ന് പറയുമ്പോൾ ആദം നബി പറയും, ഞാൻ വളരെ ബേജാറിലാണ്. മഹ്ശറിൽ നിന്ന്, സ്വർഗത്തിൽ നിന്ന് ഞാൻ പുറത്തു പോരേണ്ടി വന്നു. അള്ളാഹു ആ മരത്തിൻ്റെ അടുത്തേക്ക് പോകരുതെന്ന് പറഞ്ഞപ്പോൾ നിങ്ങളോടൊന്നും പറയേണ്ട ആവശ്യമില്ല, ഞങ്ങൾ പുറത്ത് കിടക്കാൻ പറഞ്ഞു. അതിൽ അള്ളാഹു ഏത് രൂപത്തിലാണ് എന്നോട് പെരുമാറുക എന്നുള്ളതിനെപ്പറ്റി ഞാൻ ബേജാറിലാണെന്ന് പറഞ്ഞിട്ട് ഇബ്രാഹിം നബിൻ്റെ അടുത്തേക്ക് വിടും. ഇബ്രാഹിം നബി പറയും, മക്കളെ ഞാൻ തന്നെ വലിയ ബേജാറിലാണ്. ബിംബങ്ങളെ കൊന്നപ്പോൾ അതിൽ ഏറ്റവും വലിയ ബിംബത്തോട് ചോദിക്കുമെന്ന് ഞാൻ പറഞ്ഞു. ഏറ്റവും വലിയ ബിംബമല്ല, അള്ളാഹുവാണ് ഏറ്റവും വലുത്. ഞാനത് തെറ്റ് ചെയ്തു പോയി. എന്താണ് അള്ളാഹു എന്നോട് ഏത് രൂപത്തിലാണ് സമീപിക്കുക എന്നുള്ളതിൽ ബേജാറിലാണ് ഞാൻ. അവിടുന്ന് എന്നെ യൂനുസ് അടുത്തേക്ക് പോകും. ഞാൻ അള്ളാഹുവിൻ്റെ സമ്മതമില്ലാതെ പിന്നെ ദിജ്ലാ നദിയിൽ ഞാൻ എടുത്തു ചാടി. ഞാൻ തെറ്റുകാരനായിപ്പോയി. സുബാൻ കഴിഞ്ഞി അതൊന്നും ഞാൻ നിങ്ങളോട് പറയേണ്ടത് സൂചന മാത്രമാണ്. ചെയ്തതിൻ്റെ പേരിലാണ് ഞാൻ അവിടുന്ന് രക്ഷപ്പെട്ടു പോകുന്നത്. എന്താണ് അള്ളാഹു എന്നെ സമീപിക്കാന്ന് അറിയില്ല. ഇങ്ങനെ ഓരോ നെയ്മാരത്തേക്കും പോകും. ഇബ്രാഹിം നബിൻ്റെ അടുത്തേക്ക്, ഇസ്മായിൽ നൂഹ് നബിൻ്റെ അടുത്തേക്ക് പോകും. നൂഹ് നബി പറയും, മക്കളെ ഞാൻ തെറ്റ് ചെയ്തു പോയി. ലീസലവുമിനായിരിക്കും ഇന്ന ഐറുസാല് എന്നെല്ലാം അള്ളാഹു എന്നോട് ദേഷ്യപ്പെട്ടു. ഇനി എന്ത് രൂപത്തിലാണ് അള്ളാഹു എന്നോട് എന്ത് നിലപാടാണ് സ്വീകരിക്കുക എന്ന് എനിക്കറിയില്ല. ഇതെല്ലാം എന്തിനുകൊണ്ടാണ് അള്ളാഹു അങ്ങനെ പറയിപ്പിക്കുന്നതെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ശരിക്കും പറഞ്ഞാൽ അത് ചെയ്യുന്നത് ഒരു ഇടവേള കിട്ടാൻ വേണ്ടിയാണ് അള്ളാഹുവിന്. കാരണം ഓരോ നെയ്മാരത്തുനിന്ന് മറ്റോരോ നെയ്മാരത്തേക്ക് എത്തുന്നത് കോടാനുകോടി വർഷങ്ങളുടെ വൈദൂരം സഞ്ചരിച്ചാണ്. അപ്പോഴത്തേക്കും എല്ലാവിധ ശിക്ഷകളും ദുനിയാവിൽ മഹ്ശറിൽ നിന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കും. യത്തീം മക്കളെ മുതലുന്നവനാണെങ്കിൽ വലിയ വയറായിട്ട് ഞാൻ പറഞ്ഞില്ലേ, അങ്ങനെ കിടക്കും. ചീത്ത പറഞ്ഞവനാണെങ്കിൽ അവൻ്റെ നാവ് നെരിയാണി വരെ നീട്ടിയിട്ടുള്ള വികൃത രൂപത്തിലായിരിക്കും. പല രൂപത്തിലും, പന്നിൻ്റെ പലതരം മുട്ടുകരയും നെരിയാണി വേർപ്പിൽ കുളിക്കുന്ന രൂപത്തിലായിരിക്കും. ഒരു ചാനിടക്ക് സൂര്യൻ്റെ എത്രയോ ഇരട്ടി തലമണ്ട പൊട്ടിക്കയറുന്ന സൂര്യനെ അവിടെ അള്ളാഹു തആല അണിനിരത്തും. അങ്ങനെ പല അളാബുകളും ചെയ്തുകൊണ്ടിരിക്കും. അതൊക്കെ ചെയ്ത് അവസാനം ആണ് എത്തിപ്പെടുക. അപ്പോൾ മഹ്ശറിന്റെ താഴ്ഭാഗത്ത് സുജൂദിൽ കിടന്ന് യാ ഹയ്യു യാ ഖയ്യൂം എന്ന് പറഞ്ഞുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിനോട് പറയുന്നത്, എന്നോട് ഇങ്ങനെ ചെയ്തല്ലോ റബ്ബേ എന്ന് അള്ളാഹു പറയുമ്പോൾ അള്ളാഹു തആല എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വേവലാതി പറയുമ്പോൾ അള്ളാഹു തആല പറയും, അല്ല റസൂലെ, ഞാൻ അങ്ങയോട് പറഞ്ഞിട്ടില്ലേ, വമൻ യഅമൽ മിസ്ഖാല ദർറത്തിൻ ഖൈറൻ യറ വമൻ യഅമൽ മിസ്ഖാല ദർറത്തിൻ ശർറൻ യറ. ഒരു കടുകുമണി തുടർന്ന് നന്മ ചെയ്താൽ അതവൻ കണ്ടെത്തിക്കും, തിന്മ ചെയ്താൽ അതിൻ്റെ ഫലം അനുഭവിക്കുമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലയോ? അതാണ്. ഇനി ഒരു കാര്യം ചെയ്യൂ, നിങ്ങളൊരു കാര്യം ചെയ്തു, ഇനി നിങ്ങൾക്ക് ഈ പതാക വഹിച്ചോളൂ. ദിവാലാന്ത് കൊടുത്തിട്ട് പറയും, യാ മുഹമ്മദ് എന്ന് പറഞ്ഞിട്ട് സന്തോഷിപ്പിക്കും. അത് കൊടുക്കും, പതാക കൊടുക്കും, ദിവാലാന്ത് കൊടുക്കും, അബൂൽ ഖാസിർ കൊടുക്കും, പരമാധികാരങ്ങളെല്ലാം കൊടുക്കും. അപ്പോൾ നബി ഒരു വിധത്തിൽ സന്തോഷിച്ചുകൊണ്ട് എല്ലാവർക്കും ശഫാഅത്ത് ചെയ്യാൻ ഒരുങ്ങും. നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ. ഇതെല്ലാം നാം ശരിക്കും വിശ്വസിക്കാൻ നിർബന്ധമാണ്, അല്ലെങ്കിൽ നമ്മൾ കാഫിറാവുകയില്ലേ? നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കൂ. വളരെ വ്യസനപൂർവ്വം ഞാനൊന്ന് ആലോചിച്ച്, ഞാനിത് എനിക്കൊരാളാകാൻ വേണ്ടി പറയുകയാണെന്നൊന്നും നിങ്ങൾ ഒരിക്കലും ചിന്തിച്ച് പോകരുത്. നമ്മൾക്ക് സാറ്റലൈറ്റ്സിലൊക്കെ ആണെങ്കിൽ മറ്റുള്ളവർക്ക് എന്തെങ്കിലും നമ്മൾ പറഞ്ഞാൽ പൊരുത്തപ്പെടിക്കാൻ കഴിയില്ല. സാറ്റലൈറ്റ് മൊത്തം പൊരുത്തപ്പെടിക്കേണ്ടി വരും. നമ്മൾ വളരെ ചിന്തിക്കുകയാണെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ കഴിയാത്തൊരവസ്ഥയിലേക്കാണ് മഹ്ശറ ലോകത്ത് നമ്മളെ കാത്തിരിക്കുന്നത്. അതെല്ലാം ചിന്തിക്കുകയാണെങ്കിൽ നമുക്ക് ഒരു വട്ടമേശയ്ക്ക് ചുറ്റും എല്ലാവരും ഒരു തെളിവ് കൊണ്ടുവരട്ടെ, എന്നാൽ ചർച്ച ചെയ്യട്ടെ, എല്ലാവരും ചർച്ച ചെയ്യട്ടെ. അവരവരുടെ തെളിവ്, യുക്തിവാദിയാണോ അവൻ അങ്ങനെ, നിരീശ്വരവാദിയാണോ അങ്ങനെ, പിന്നെ ഒരു ഗ്രൂപ്പിസത്തിൽ ഏതെങ്കിലും ഗ്രൂപ്പിൽ വിശ്വസിക്കുന്നതാണോ അങ്ങനെ. ഞാൻ പറയേണ്ടത് എൻ്റെ കടമയല്ലേ, ഞാനാണ് ഏറ്റവും പണ്ഡിതൻ എന്നുള്ള വിശ്വസിക്കുന്നവരാണ് നമ്മളെ പണ്ഡിതന്മാർ. മിക്ക ആളുകളും എല്ലാവരും തന്നെ അങ്ങനെ വിശ്വസിക്കുന്നവരാണ്. ഒരിക്കലും അത് ശരിയല്ല. എന്നിട്ട് നമ്മൾ ചുറ്റുവട്ടത്ത് ഈ മേശയ്ക്ക് ചുറ്റും ഇരുന്നിട്ട് ഓരോരുത്തരെയും തെളിവ് സഹിതം അവർക്ക് സമയം വെച്ച് കൊടുക്കുക, 10 മിനിറ്റ്. ഇത് നിരീക്ഷിക്കാൻ വേണ്ടിയാണ് ഞാൻ പറഞ്ഞത്, മറ്റു മാസത്തിൽ വിട്ട ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ ആക്കുക, സമയം പാലിക്കുന്നു നോക്കാൻ വേണ്ടിയിട്ട്. അന്ന് തീർന്നിട്ടില്ലെങ്കിൽ മറ്റൊരു ദിവസത്തേക്ക് വെക്കുക. ഇങ്ങനെ ആകുമ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ നമുക്ക് നേടിയെടുക്കാൻ കഴിയും, അനുഗ്രഹങ്ങളുണ്ട്. ഒന്നിലും ഒരു സ്വാർത്ഥതയും നാം കാണിക്കേണ്ട കാര്യമില്ല. ചുരുങ്ങിയ നിമിഷമേ ഈ ജീവിതത്തിൽ ഇവിടെ നമുക്കുള്ളൂ. ദീർഘകാലത്ത് ഞാൻ പണ്ഡിതന്മാരോട് സംസാരിക്കുന്നുള്ള ബോധത്തോടു കൂടി തന്നെയാണ് ഞാൻ പറയുന്നത്. ഇത് ഞാൻ പറയുന്ന പ്രതികരണ വേദി പ്രതികരിക്കുന്ന ഒരു ശീലമുള്ളത് കൊണ്ട് പ്രതികരിച്ചു എന്ന് മാത്രം. എൻ്റെ കടമ ഞാൻ തീർക്കുകയാണ്, എൻ്റെ ബാധ്യത ഞാൻ നിറവേറ്റി എന്നുള്ളൊരു സംതൃപ്തി എനിക്ക് ഉണ്ടാകാൻ വേണ്ടി മാത്രം പറഞ്ഞതാണ്. അതുകൊണ്ട് വല്ലതോ നിങ്ങൾക്ക് എന്നെ പറ്റി തോന്നുന്നുണ്ടെങ്കിൽ ക്ഷമിച്ചേക്കൂ. അത്രയും കുറേ പ്രകാരം ജീവിക്കണം എന്ന് ഉദ്ദേശിക്കുന്ന ഒരു വ്യക്തി ഞാൻ എന്ന നിലക്കാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. ഇതിൻ്റെ പേരിൽ നിങ്ങൾക്ക് എന്നോട് എന്തെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ
വളരെ വിനയപൂർവ്വം ഞാൻ നിങ്ങളോട് മാപപേക്ഷിക്കുകയാണ്, ക്ഷമിക്കുകയാണ്. അള്ളാഹു തആല അറ്റപത്ത് നന്നാവാൻ നമുക്ക് തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ആമീൻ എന്ന് ദുആ ചെയ്തുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ അസ്സലാത്തു വസ്സലാമു അലൈക്കും എന്ന് സലാം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.